എല്ലാ മഹത്വവും സ്തുതിയും പിതാവാം ദൈവത്തിന് അർപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ശ്രോതാക്കളായ ദൈവജനത്തിനും എൻ്റെ സ്നേഹവും വന്ദനവും പ്രഭാതത്തിൽ അറിയിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാർ, അല്ലെങ്കിൽ പുതിയ നിയമം, പുതിയ ഉടമ്പടി എന്ത്, പഴയ ഉടമ്പടിയിൽ നിന്നും പുതിയ ഉടമ്പടികൾക്കുള്ള പ്രാധാന്യം എന്ത്, പഴയ ഉടമ്പടി എന്ത്, പുതിയ ഉടമ്പടി എന്ത്, നാം പഴയ ഉടമ്പടിയിലോ അതോ പുതിയ ഉടമ്പടിയിലോ, നാം പഴയ ഉടമ്പടി പാലിക്കണമോ അതോ പുതിയ ഉടമ്പടി മാത്രം പാലിച്ചാൽ മതിയോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു ശ്രമമാണ്. അതിന് ആധാരമായി നാം വായിച്ച വേദഭാഗം കൊരിന്ത്യർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 6-ാം വാക്യമാണ്. അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. We are the able ministers of the new covenant. He made us the new covenant ministers. Praise the Lord. അപ്പോൾ എന്താണ് ഉടമ്പടി? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉഭയസമ്മതമാണ് ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാക്കുന്നതെന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ. അഥവാ രണ്ട് വ്യക്തികൾ ഔദ്യോഗികമായി എടുക്കുന്ന തീരുമാനമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടിയിൽ ഒരു വ്യക്തി അനുസരിക്കാതിരുന്നാൽ, ലംഘനം വരുത്തിയാൽ ആ നിയമം അസാധുവായിത്തീരും, അത് തുടരുകയില്ല. ഇസ്രായേൽ ദൈവജനം തങ്ങളുടെ ഉടമ്പടിയിൽ അവിശ്വസ്തരായി തീർന്നതിനാൽ ദൈവം അവരോട് ചെയ്ത നിയമം, ഉടമ്പടി, ദൈവവുമായിട്ടുള്ള അവരുടെ ഉഭയസമ്മതം അത് നിർവഹിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടതിനാൽ ആ പഴയ നിയമം, ഉടമ്പടി റദ്ദാക്കി. അത് അസാധുവായിപ്പോയി. പഴയ നിയമ ഉടമ്പടി അനുസരിച്ച് ദൈവം അബ്രഹാമിൻ്റെ സന്തതിയെ തൻ്റെ സ്വന്തം ജനം ആക്കുമെന്നും അവരെ അനുഗ്രഹിക്കുമെന്നായിരുന്നു ദൈവം പറയുകയും സമ്മതിക്കുകയും ചെയ്തിരുന്നത്. അതെവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാം. അത് യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതായിരുന്നു ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ പങ്ക് എന്നുള്ളത്. എന്നാൽ ഇസ്രായേലിൻ്റെ പങ്ക് എന്നത് ദൈവിക നിയമം അനുസരിക്കുക എന്നുള്ളതായിരുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്ന, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ. അപ്പോൾ ദൈവം അവരോട് പറയുകയാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഭാഗത്തു നിന്നും അനുസരിക്കുക എന്നുള്ളതാണ്. അതിനവർ പറയുന്നുണ്ട്. ഈ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, അവിടെ നമുക്കത് കാണാം. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. ഈ മോശയുടെ സാന്നിധ്യത്തിൽ ദൈവത്തോട് അവർ ഐക്യകണ്ഠമായി ഉച്ചസ്വരത്തിൽ പറയുകയാണ്, ദൈവമേ, നീ എന്ത് കൽപ്പിച്ചാലും യഹോവ കൽപ്പിക്കുന്നതിലൊക്കെയും ഞങ്ങൾ അതുപോലെ തന്നെ അവനെ അനുസരിക്കും എന്ന് അവർ ഉഭയസമ്മതം ചെയ്യുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് ദൈവസന്നിധിയിലെടുത്ത ഒരു തീരുമാനമാണ് ഈ ഉഭയസമ്മതം അല്ലെങ്കിൽ ഈ ഉടമ്പടി എന്നുള്ളത്. അത് അനുസരിച്ചില്ല എന്നതിനാൽ നിയമം എന്തു ചെയ്യുകയാണ്? റദ്ദാക്കപ്പെടുകയാണ്. കാരണം അതവിടെ എഴുതിയിരിക്കുന്ന യിരെമ്യാ പ്രവചനം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ
23-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ വാക്ക് കേട്ടനുസരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ. നിങ്ങൾക്ക് ശുഭമായിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ദൈവം കൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തൻ്റെ വഴികളിൽ നടന്ന് ജീവിക്കണം എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചതെന്നാണ് യഹോവയാകുന്ന ദൈവം ഇവിടെ പ്രസ്താവിക്കുന്നത്. എന്നാൽ അവർ അനുസരിക്കുകയോ, 24-ാം വാക്യം, ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചനയിലും ദുശാഠ്യത്തിലും നടന്ന് മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പോയി കളഞ്ഞു. 25, നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ അധികാലത്തും ഇടവിടാതെയും പ്രവാചകന്മാരായ എൻ്റെ സകലദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചു വന്നു. എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുശാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു എന്നാണ് ഇവിടെ യഹോവയാകുന്ന ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് കാണാം. പ്രമാണമായിട്ട് വായിക്കുമ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനത് വായിപ്പിക്കാത്തത്. തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുകയോ ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാത്ത ജാതിയാണിത്. വിശ്വസ്തത നശിച്ചു അവരുടെ വായിൽ നിന്ന് നിർമൂലമായിരിക്കുന്നു. കണ്ടോ? അവസാനം 29-ാം വാക്യം, യഹോവ തൻ്റെ ക്രോധത്തിൻ്റെ സന്തതിയെ ഉപേക്ഷിച്ചു തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരെ ഉപേക്ഷിച്ചു, അവരെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ അനുസരിക്കാത്തത് നിമിത്തമായിട്ട് അത് റദ്ദാക്കപ്പെട്ടു. അല്ലെങ്കിൽ പഴയ ഉടമ്പടി, പഴയ നിയമം റദ്ദാക്കപ്പെടുവാൻ തക്കോണം ഇടയായിത്തീരണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് ദൈവം പറഞ്ഞതനുസരിച്ചു. അത് അനുസരിച്ച് അവർ ജീവിക്കാഞ്ഞതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ഉഭയസമ്മതം അസാധുവാകുകയും ആ പഴയ നിയമം അഥവാ പഴയ ഉടമ്പടി തള്ളിക്കളയുകയും ചെയ്തു. ഇസ്രായേൽ തങ്ങളുടെ ഉഭയസമ്മതത്തിൽ അവിശ്വസ്തരായി തീർന്നു. അതുകൊണ്ട് ദൈവം അവരെ ആദരിച്ചതില്ല, അവരെ തള്ളിക്കളഞ്ഞു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തിയുക്തം പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം ആദ്യ മനുഷ്യൻ ആദമിനെ സൃഷ്ടിച്ചു, കൽപ്പന കൊടുത്തു. ഓൺലി വൺ കമാൻഡ്മെൻറ്റ് എന്താണ്? ഡോണ്ട് ഈറ്റ് ഓഫ് ദ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഇവിൾ. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും. അപ്പോൾ അവർ കൽപ്പന ലംഘിച്ചത്, അവർ ഡിസൊബേ ചെയ്തു. തുടർന്ന് വരുന്ന തലമുറകളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കയീൻ അവൻ സഹോദരനെ കൊന്നു. ഇനി തലമുറ താഴോട്ട് വരുമ്പോൾ 7-ാം തലമുറക്കാരനായ ഹാനോക്കിൻ്റെ കാലത്ത് അഭക്തരും ദുഷ്ടന്മാരും ആയ ജനവർഗങ്ങളുണ്ടായി. എന്നാൽ ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ആ 7-ാം തലമുറയിൽ എല്ലാവരും എന്തു ചെയ്തു? പാപം ചെയ്തു, ദൈവജയസ് നഷ്ടപ്പെട്ട് അക്രമികളായി തീർന്നു. ദൈവം തന്നെ ഈ ജനവർഗങ്ങളെ കണ്ടിട്ട് മനുഷ്യനെ സൃഷ്ടിക്ക കൊണ്ട് ദൈവം അനുതപിച്ചു എന്ന അത്ര വലിയ ഭയാനകമായിരുന്നു അവരുടെ പാപ ജീവിതവും ദൈവത്തോടുള്ള മറുതലിപ്പും. അതുകൊണ്ട് ആ ജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് വളരെ ദൈവം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. അവർക്കൊരു നന്മ ഉണ്ടാകുവാൻ, അവർക്കൊരു വിടുതൽ, ഒരു മാറ്റമുണ്ടാകുവാൻ. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നും ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് എന്ന ഭക്തൻ ഒരുവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ എന്ത് ചെയ്തു? ദൈവം എടുത്തു. 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ദൈവം പറഞ്ഞു, മോനെ, നീ നിൻ്റെ വീട്ടിൽ നിന്ന് 300 സംവത്സരമായി നടക്കുന്നു. ഇനി നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ വലിയ ദൂരമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവനെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് ചേർത്ത് കൊണ്ടു. ഭാര്യയും മക്കളുമൊക്കെ സമയം കഴിഞ്ഞപ്പോൾ രാവിലെ മോർണിംഗ് വാക്കിന് പോയതാണ് പപ്പ. പക്ഷേ പപ്പയെ തിരിച്ച് കാണുന്നില്ല. അയൽവക്കംകാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ നടന്നു പോകുന്ന കണ്ടു. മറ്റൊരാൾ പറഞ്ഞാൽ വളവ് തിരിയുന്നത് വരെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ പിന്നെ അവർ ആർക്കും കാണുവാൻ കഴിഞ്ഞില്ല. ഭക്തനാകുന്നൊരു ദൈവം, ഭക്തിയോടുകൂടി കർത്താവിൻ്റെ വചനങ്ങളും കൽപ്പനകളും അനുസരിച്ച് ദൈവ വഴിയിൽ കൂടി നടന്നാൽ ദൈവത്തോട് ചേർക്കപ്പെടുവാനിടയെത്തീരും. ഹല്ലേലൂയ. അതാണ് ഭക്തൻ്റെ ജീവിതം. എന്നാൽ 10-ാം തലമുറ അതിനുശേഷം നോഹയുടെ കാലത്ത് വരുമ്പോൾ അവിടെ ദൈവഭക്തൻ നോഹ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റാരുമില്ലായിരുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവരാരുമില്ല.
എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി, മറുതലിച്ചു, ദൈവത്തോട് പാപം ചെയ്തു, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു, ദൈവ വഴിയിൽ നടക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല. സാത്താനിൻ്റെ മോഹങ്ങളിലേക്ക്, ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് സാത്താൻ അവരെ വഞ്ചിച്ച് കൊണ്ടുപോയി. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരുമില്ല, നോഹ മാത്രം. ഉടനെ ദൈവം എന്ത് ചെയ്തു? ഒരു ജലപ്രളയം വരുത്തി. ആ ജലപ്രളയത്താൽ നോഹയും നോഹയുടെ ഭാര്യ, പുത്രന്മാർ 3, അവരുടെ ഭാര്യമാർ മാത്രം, അല്പജനം അവർ ശേഷിച്ചു. ബാക്കി എല്ലാം ഈ ജലപ്രളയത്താൽ നശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ള ചരിത്രം നമുക്കറിയാം. ജലപ്രളയാനന്തരം വന്നപ്പോൾ 10ാമത്തെ തലമുറ, മൊത്തത്തിൽ 20ാമത്തെ തലമുറയാണ് അബ്രഹാം. എന്നാൽ ജലപ്രളയാനന്തരം വരുന്ന 10ാം തലമുറയായപ്പോഴേക്കും ഭൂമിയിൽ വിഗ്രഹാരാധികളെ കൊണ്ട് നിറഞ്ഞു. ആമേൻ. അവിടെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, ഹോമവിഗ്രഹങ്ങളെ, ദൈവമല്ലാത്തതിൻ്റെ പിന്നാലെ തങ്ങളുടെ കൈവേലയായിരിക്കുന്ന വിഗ്രഹങ്ങളെ സേവിക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. എന്നാൽ ആ 10ാം തലമുറയിൽ വിഗ്രഹത്തെ ആരാധിക്കാതിരുന്ന ഒരുത്തൻ മാത്രമേ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് അബ്രഹാം. അവൻ വിഗ്രഹത്തെ ആരാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവനെ വിളിക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നത്. വിഗ്രഹത്തെ ആരാധിക്കുന്നവനായിരുന്നെങ്കിൽ അവനെ വിളിക്കാൻ സാധ്യതയില്ല. കാരണം ഇവൻ്റെ പിതാവ് തേറഹ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവർ അപ്പനും മകനും ഒക്കെ കൂടി ഹോൾസെയിലും റീറ്റെയിലുമായിട്ടൊക്കെ വിൽപ്പന നടത്തുന്ന തൊഴിലും ഉപജീവന മാർഗവുമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ബട്ട് എബ്രഹാം ഡിഡ് നോട്ട് വർഷിപ്പ് ഐഡൽസ്. അബ്രഹാം എന്നാൽ വിഗ്രഹങ്ങളെ എന്ത് ചെയ്തില്ല? ആരാധിച്ചിരുന്നില്ല. ഹീ ടെൻഡഡ് ടുവേഡ്സ് ഗോഡ്. സോ ഗോഡ് കോൾഡ് എബ്രഹാം. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? അബ്രഹാമിനെ വിളിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അനദർ ക്വാളിറ്റി വിച്ച് ഗോഡ് കോൾഡ് ഹിം is that because he took the leftovers. ലോത്തിനാൽ ഉപേക്ഷിക്കപ്പെട്ട മരുഭൂമി പ്രദേശങ്ങളെയാണ് അവൻ തിരഞ്ഞെടുത്തത്. നീരോട്ടമുള്ള പ്രദേശങ്ങളും ഫലഭൂയിഷ്ടമാകുന്ന പ്രദേശങ്ങളും നദീതീര തട പ്രദേശങ്ങളും ഒക്കെ നോക്കി തിരഞ്ഞ് പച്ചപ്പുള്ള എല്ലാ ഭാഗങ്ങളും സ്വാഭാവികമായിട്ടുള്ള കൃഷിക്ക് സാധ്യതയും ഫലഭൂയിഷ്ടമുള്ള മണ്ണെല്ലാം ആര് തിരഞ്ഞെടുത്തു? ഈ ലോത്ത് തിരഞ്ഞെടുത്തു. അവസാനം നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടല്ലെങ്കിൽ, അല്ലേ? അങ്ങനെയല്ലേ അബ്രഹാം പറയുന്നത്? അപ്പോൾ അവന് ചോയ്സ് കൊടുത്തു. അവനതെല്ലാം തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് പിന്നെ അവനാൽ ഉപേക്ഷിക്കപ്പെട്ട പാറക്കെട്ടുകളും ഊഷരഭൂമിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു ശേഷിക്കുന്നത്. പക്ഷേ അബ്രഹാം അവനോട് മല്ലിടാൻ പോയില്ല, എനിക്കും കുറേ തരാൻ പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. ആ പാറക്കെട്ടുകളും അങ്ങനെയുള്ള ഭൂപ്രദേശങ്ങൾ, വരണ്ടുണങ്ങിയ സ്ഥലങ്ങൾ അബ്രഹാം തിരഞ്ഞെടുത്തു. കാരണം അബ്രഹാം ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചു. ഈ ഉണങ്ങി വരണ്ട മരുഭൂമിയിൽ നിന്നും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭക്ഷണം തരുവാൻ എനിക്കും ആയിരക്കണക്കിന് വരുന്ന എൻ്റെ ഭവനത്തിലെ അന്തേവാസികളായിരിക്കുന്ന തൊഴിലാളികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഭക്ഷണം വേണം. മരുഭൂമിയിൽ എന്ത് ലഭിക്കാനാണ്? പക്ഷേ ദൈവത്തിന് സകലവും കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് അവനത് തിരഞ്ഞെടുത്തു എന്നുള്ള ഈ he tended towards God. He did not worship idols. Third thing, he took the leftovers. ഈ 3 കാരണങ്ങളാലാണ് അബ്രഹാമിനെ തന്നെ ദൈവം എന്ത് ചെയ്തത്? ആ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചു, വേർതിരിച്ചു. ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഒരു ജനത ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം, അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജാതിയെ വേർതിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു. ആദാമിൽ കൂടി അത് സാധിക്കാൻ നോക്കി. പക്ഷേ ആദം ഹവ്വമാർ അത് അനുസരണക്കേടിനാൽ ആ ദൈവത്തിൻ്റെ പദ്ധതിയെ പൊളിച്ചു കളഞ്ഞു. ഉടനെ ആ ഒരു വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് ദൈവം അടുത്തതൊരു ജാതിയെ തന്നെ, ഒരു ജനതയെ തന്നെ വേർതിരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി, ദൈവ രാജ്യമാക്കി, രാജകീയ പുരോഹിതരാക്കി, രാജകീയ വർഗമാക്കി, പുരോഹിത വർഗമാക്കി, ഒരു രാജ്യമെന്ന നിലയിൽ അവൻ മുൻപോട്ട് പോകാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജാതിയെ ദൈവം എന്ത് ചെയ്തു? വേർതിരിക്കുവാനായി അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. രണ്ടാമത്, അവരിൽ കൂടി ലോകത്തിന് വീണ്ടെടുപ്പുകാരനായ മശിഹായെ പ്രദാനം ചെയ്യണം. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും. ഒരു പ്രോമിസ് ദൈവം കൊടുത്തിരുന്നു. ആ പ്രോമിസ് പാലിക്കണമെങ്കിൽ സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുവൻ വരണം. ഹല്ലേലൂയ. ആകയാൽ അതിനു വേണ്ടിയിട്ട് ആ വാഗ്ദത്ത മശിഹായെ ദൈവം അയക്കുമെന്നും അവൻ കാലസമ്പൂർണതയിൽ സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. മശിഹ രക്ഷ നൽകും, ജനത്തെ വിടുവിക്കും, നിത്യതയൊരുക്കും.
സ്വർഗപ്രാപ്തിക്കായിട്ട് ജനത്തെ വിടുവിക്കും. അങ്ങനെ ആ സുവിശേഷം അവരെ അറിയിക്കുവാനിടയായി. മൂന്നാമത്, ലോകത്ത് സദാചാരവും സാൻമാർഗിക ഉപദേശവും അബ്രഹാമിൽ കൂടി നിലനിർത്തണം, അബ്രഹാമിൽ കൂടി വരുന്ന ആ ഇസ്രായേൽ എന്ന ജാതിയിൽ കൂടി നിലനിർത്തണം എന്നുള്ളതും അവരുടെ പ്രധാനപ്പെട്ടതായ ഒരാഗ്രഹമായിരുന്നു ദൈവത്തിന്. അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുവാൻ ഇടയായിത്തീർന്നത്. നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, അബ്രഹാമിന് ദൈവം വേർതിരിക്കുവാൻ വിളിക്കുവാനുണ്ടായ നാലാമത്തെ കാര്യം, ഏക സത്യ ദൈവത്തെ എക്കാലത്തും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. ബഹുദൈവ വിശ്വാസികളുടെ നടുവിൽ നിന്നും, കൽദയ പട്ടണമായ ഊരിൽ നിന്നും, വിഗ്രഹങ്ങളുടെയും അധർമ്മത്തിൻ്റെയും കേളീരംഗമായിരുന്ന പട്ടണത്തിൽ നിന്നും ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ, ഏക സത്യ ദൈവമായി ഒരേ ഒരു ദൈവമുള്ളൂ, മനുഷ്യനെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, അത് മനുഷ്യൻ്റെ കൈവേലയല്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്തതോ, നാവുണ്ടെങ്കിലും സംസാരിക്കാത്തതോ, കണ്ണുകൊണ്ട് കാണാത്തതോ, കരം കൊണ്ട് സ്പർശിക്കാത്തതോ ആയ ഊമവിഗ്രഹങ്ങളല്ല. പകരം മനുഷ്യനെ നിർമ്മിച്ച സകല സൃഷ്ടികളെയും തൻ്റെ ഒരു വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനാകുന്ന ഏക സത്യ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ എക്കാലത്തും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ഉദ്ദേശം സർവശക്തനാകുന്ന ദൈവത്തിനുണ്ടായിരുന്നത് കൊണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ കാരണങ്ങളാലാണ് ദൈവം ഒരു ഉടമ്പടി അവർക്ക് കൊടുക്കുകയും അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുവാൻ ഇടയാക്കി തീർത്തത്. എന്നാൽ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബിൻ്റെ കാലത്ത് യാക്കോബിൻ്റെ 12 മക്കളുമായിട്ട് അവർ മിസ്രയീം എന്ന അന്യരാജ്യത്തേക്ക്, ജാതീയ രാജ്യത്തേക്ക് ഇറങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിനുള്ള അനേക കാര്യങ്ങളുണ്ട്, ക്ഷാമങ്ങളും ഒക്കെ നിമിത്തമാണ് യോസെഫിൻ്റെ മുഖാന്തരമായി അവിടെ എത്തുന്നു. അങ്ങനെ മിസ്രയീമിൽ അന്യ രാജാക്കന്മാരുടെ പീഡനങ്ങളിലും വേദനകളിലും അവർ ഇരുമ്പ് ചൂളയിൽ, ഇഷ്ടിക ചൂളയിൽ അവർ അത്യധ്വാനം ചെയ്യുന്നു. 430 സംവത്സരങ്ങൾ. യോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ വന്നു. ആ രാജാവിൻ്റെ കാലത്ത് വളരെ പീഡനങ്ങൾ അവർക്ക് ഏൽക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ യഹോവയാകുന്ന ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കഷ്ടത കണ്ടു, ഞാൻ നിങ്ങളുടെ നിലവിളിയും കേട്ടിരിക്കുന്നു, ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അവിടെ നിന്നും വിടുവിക്കും. ഹല്ലേലൂയ. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, ആമേൻ, കരച്ചിലിനെ മാനിക്കുന്നവനാണ് ദൈവം ജനത്തെ വിടുവിപ്പാൻ തക്കവണ്ണം ആസൂത്രണം ചെയ്തു, പദ്ധതി ഒരുക്കി. 4ാം തലമുറയായപ്പോഴേക്കും മോശ എന്ന ഒരു പറ്റിയ ശിശുവിനെ ദൈവം അവിടെ കണ്ടു. ആമേൻ, ഇസ്രായേലിയരുടെ സന്തതികളിൽ, ആമേൻ, ഹല്ലേലൂയ, ഒരു മോശക്കുഞ്ഞ് ജനിച്ചു. മോശയെ തകർത്തെറിയാൻ ശത്രു നോക്കി, നമുക്കറിയാം. എന്നാൽ മോശയെ ദൈവം പ്രത്യേക പദ്ധതി പ്രകാരം വളർത്തി വലുതാക്കി വേണ്ടുന്ന എല്ലാ വിദ്യാഭ്യാസങ്ങളും ആ സമൂഹത്തിലെ, ആ മിസ്രയീമിലെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ ഉന്നത ഡിഗ്രിയും സമ്പാദിക്കുകയും ഫറവോൻ്റെ സൈന്യത്തിൻ്റെ സർവ്വ സൈന്യാധിപനാകുകയും ഫറവോന് ശേഷം അടുത്ത ഫറവോവായി തീരേണ്ട മോശ ദൈവജനത്തോട് കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്ത് മിസ്രയീമിലെ സകല നിക്ഷേപത്തെയും ചപ്പും ചവറും എന്നെണ്ണിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് കണ്ടുകൊണ്ട്, ആമേൻ, എല്ലാ സുഖഭോഗങ്ങളെയും വെടിഞ്ഞ് എല്ലാ സ്ഥാനമാനങ്ങളെയും ഉപേക്ഷിച്ച് ദൈവജനത്തോട് കഷ്ടം സഹിക്കാൻ അവൻ തിരഞ്ഞെടുത്തു. അങ്ങനെ മോശ മുഖാന്തിരം ദൈവം അവരെ വിടുവിച്ചു. മരുഭൂമിയിൽ കൂടി ദൈവം അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത നാട്ടിലേക്ക്, വാഗ്ദത്ത നാടായ കനാനിലേക്ക് പ്രയാണം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. എന്നാലോ മരുഭൂമിയിൽ അവർ അവിടെയും പരാജയപ്പെട്ടു. 10 പ്രാവശ്യം 40 വർഷം കൊണ്ട് ദൈവത്തോട് അവർ മത്സരിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. യോശുവയും കാലേബും ഒഴികെ 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരാരും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല, മരുഭൂമിയിൽ പട്ടുപോയി. ഹല്ലേലൂയ. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു? നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ഉടമ്പടി, പുതിയ നിയമം. അതെന്താണ്? അതിനെക്കുറിച്ചാണല്ലോ. അതിൻ്റെ തുടർമാനമായിട്ടുള്ള ക്രൊനോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ച് വരുന്നത്.
ഇതിൻ്റെ തുടർ ചിന്തകൾ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വചനങ്ങൾ നമുക്ക് പഠിക്കാം. വചനങ്ങൾ ചെയ്തിരിക്കുന്ന വചനങ്ങളെല്ലാം നമ്മൾക്ക് ദൈവവചനം തുറന്ന് അങ്ങനെയൊന്ന് പരിശോധിക്കാം. ഹല്ലേലൂയ. നാം പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ്. ആമേൻ. വി ആർ ദ ഏബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ന്യൂ കവനൻറ്റ്. ഹല്ലേലൂയ. സശ്രദ്ധം ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു പുതിയ ദിവസം കൂടെ ആശംസിച്ച് നിർത്തുന്നു. ആമേൻ. ഞാൻ MJ മാത്യു, വയനാട്ടിൽ നിന്നും. ഹല്ലേലൂയ.